മോനെ, അതൊക്കെ മൂഢവിശ്വാസങ്ങളാ. ഒന്നുകിൽ അയാൾക്ക് വേണ്ടത്ര അറിവില്ല, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട് നിന്നെ പറ്റിക്കുക. ആശാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അമ്മേ. ആഞ്ജനേയ സ്വാമിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മചര്യവ്രതം കർശനമായിട്ട് പാലിച്ച് ജീവിക്കുന്ന ആശാൻ നുണ പറയില്ല. ഓ, നിന്നെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? അയാളൊക്കെ പറയുന്ന അബദ്ധങ്ങൾ കേട്ട് സ്വന്തം ജീവിതം അവതാളത്തിലാക്കല്ലേ കണ്ണ. ഈ പ്രായത്തിൽ പഠിക്കാൻ നിനക്ക് കിട്ടുന്ന നല്ലൊരു അവസരമായത്. അത് പാഴാക്കിയ നീ ജീവിതകാലം മുഴുവനും ദുഃഖിക്കേണ്ടി വരും. ആയമേ, ഒന്ന് പതുക്കെ പറ, അച്ഛൻ കേൾക്കണ്ട. ഇവൻ ഇങ്ങനൊരു സാധുവായി പോയല്ലോ. എന്താ അമ്മേ, ഇവൻ വീണ്ടും പഠനം നിർത്തിയോ? പഠനം നിർത്തിയിട്ടൊന്നുമില്ല അങ്ങുന്നേ. പിന്നെ ഇന്നെന്താ പോകുന്നില്ലേ? ഈ നേരത്തെ കണ്ടല്ലേ നിന്റെ ട്യൂഷൻ? ആ കാര്യ പറഞ്ഞോണ്ടിരുന്നത്. ഇന്ന് നേരെ എത്ര ആയില്ലേ, അതുകൊണ്ട് നാളെ മുതൽ പോകാമെന്ന് പറയായിരുന്നു. താമസിച്ചെന്ന അത് ടീച്ചർക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ടാ. അല്ലേലും ടീച്ചർമാർ അങ്ങനെ ആയിരിക്കണം. എങ്കിലേ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പേടിയും ബഹുമാനവും ഉണ്ടാവും. നാളെ മുതൽ ഞാൻ പോയിക്കോളാം അച്ഛാ. ശരി, ഇത്രയും ദിവസം പോയില്ലേ, ഇനി ഇന്നൂടെ അങ്ങ് പോട്ടെ. നാളെ മുതൽ മുടങ്ങാതെ പൊയ്ക്കോണം. ശരി, ഞാൻ ആ ടീച്ചറെ വിളിച്ച് ചോദിക്കും. അതൊക്കെ വേണോ അച്ഛാ? അതെന്താടാ, കുട്ടികളുടെ പഠനകാര്യം മാതാപിതാക്കൾ അന്വേഷിക്കുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. അത് കണ്ണൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല അങ്ങുന്നേ. ഇത്രയും വലുതായ സ്ഥിതിക്ക് ഇനി അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നത് വേണോന്നാ. അതൊക്കെ നിനക്ക് നാണക്കേട് തോന്നാത്ത വിധത്തിൽ ഞാൻ അന്വേഷിച്ചോളാം. നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ തോട്ടത്തിലൊന്ന് പോയി നോക്കാന്ന് കരുതി ഇറങ്ങിയതാ. ശരി, എങ്കിൽ പോയിട്ട് വാ. ശരി. ആയമ്മ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഒരു കാര്യം കൂടെ ചെയ്യണം. എന്താ അങ്ങുന്നേ? എല്ലാവരും പറഞ്ഞിട്ടും അവൻ അനുസരിക്കാതിരുന്നതാ ആയമ്മ സാധിച്ചത്. ദേവം വീണ്ടും പഠിക്കാൻ ആരംഭിച്ചതേ. അതുപോലെ ഇനി അവനെ കൊണ്ട് കല്യാണത്തിനും കൂടെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കണം. ആയമ്മ വിചാരിച്ചാൽ അതും നടക്കും. അത് തന്നെയാ അങ്ങുന്നേ എന്റെയും ഉദ്ദേശം.